ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ഹോം അപ്ലയൻസസ്, ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് EMI ഓഫറിൽ 0% ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് മെൽക്കോ ചൂസ് ചെയ്തതെന്ന്. ഇനി നിങ്ങളും എന്നെ പോലെ മെൽക്കോയിൽ വിസിറ്റ് ചെയ്യൂ, നിങ്ങളുടെ ഡ്രീം ഹോം റിയാലിറ്റിയാക്കൂ. നീള ആശുപത്രി മുതൽ കുളപ്പുള്ളി IPT കോളേജ് വരെയുള്ള റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പട്ടാമ്പി ടൗണിൽ പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുന്നോടിയായാണ് കുടിവെള്ള പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുന്നത്. നിലവിൽ റോഡിന് നടുവിലൂടെയാണ് ഭൂഗർഭ പൈപ്പ് ലൈൻ കടന്നുപോകുന്നത്. പൈപ്പ് പൊട്ടുമ്പോൾ റോഡ് തകർച്ച നിത്യസംഭവമാണ്. റോഡ് നവീകരണം വരുമ്പോൾ നിലവിലുള്ള പൈപ്പ് ലൈനിന് പകരം റോഡിന് ഇരുവശത്തുകൂടെ പുതിയ പൈപ്പ് ലൈൻ ഇടും. ചൊവ്വാഴ്ച മുതൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന പ്രവൃത്തി ആരംഭിക്കുമെന്ന് പട്ടാമ്പി നഗരസഭ വൈസ് ചെയർമാൻ TP ഷാജി പറഞ്ഞു. പൈപ്പ് ലൈൻ സ്ഥാപിക്കുമ്പോൾ പലയിടങ്ങളിലും കുടിവെള്ള വിതരണം തടസ്സപ്പെടും. ഈ സാഹചര്യത്തിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് നഗരസഭയുടെ നേതൃത്വത്തിൽ ബദൽ സംവിധാനങ്ങൾ നടപ്പാക്കുമെന്നും TP ഷാജി അറിയിച്ചു. പട്ടാമ്പി നഗരസഭയുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് സമഗ്ര കുടിവെള്ള പദ്ധതി എന്നുള്ളത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിലൊന്നാണ്. ഇപ്പോൾ നീള IPT റോഡിൻ്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് 2 സൈഡിലും പൈപ്പിടുന്ന പ്രവൃത്തി ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ദിവസം നല്ല പ്രയാസങ്ങൾ അനുഭവിക്കും. കാരണം 2 വശത്തും പൈപ്പിടുന്ന സമയത്ത് നിലവിലുള്ള പൈപ്പ് കണക്ഷൻ 4-5 ദിവസം കുടിവെള്ളം വിതരണം ചെയ്യാൻ കഴിയാത്ത സാഹചര്യം വരുമെന്നാണ് കോൺട്രാക്ടർമാരൊക്കെ അറിയിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം വിളിച്ചു ചേർത്തു. ഏതെല്ലാം പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്താത്ത പ്രദേശങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലഭ്യമാകാത്ത പ്രദേശങ്ങളുണ്ടെങ്കിൽ അവിടെ ബദൽ സംവിധാനം ഏർപ്പെടുത്താൻ നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട്. ടാങ്കർ ലോറി ഉപയോഗിച്ചെങ്കിലും വീടുകളിലേക്ക് വെള്ളം എത്തിക്കാനുള്ള പദ്ധതിയുമായി നഗരസഭ മുന്നോട്ട് പോകും.